Okay guys, welcome to my YouTube channel. Like, share and subscribe. അപ്പം നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് LSAT 77 ആണ്. അപ്പം സംഭവം എന്ന് പറഞ്ഞാൽ നമുക്ക് ക്വസ്റ്റ്യൻ തരും, വിൻഡോ സൈസ് തരും, ലുക്വേഡ് ബഫർ തരും. ലുക്വേഡ് ബഫർ 6 ആണ്, വിൻഡോ സൈസ് 4 ആണ്. അപ്പോൾ മറ്റത് സെർച്ച് ബഫർ എന്തായാലും 8 വരും. 40 - 6 8. അപ്പോൾ 8 ഇവിടെ വരയ്ക്കുക, 6 ഇവിടെ വരയ്ക്കുക, എന്നിട്ട് ബിങ്കോ വരയ്ക്കുന്ന മാതിരി വരച്ച് വെക്കുക. അതാണ് എളുപ്പം. അല്ല ഓരോ റോ ആയിട്ട് വരയ്ക്കുകയാണ് സമയം പോകും. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് 6 എടുക്കുക. ABRACACAD അത് വേണ്ട, ഞാൻ ചുമ്മാ എഴുതുക. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ നോക്കുകയാണ്, ഇവിടെ എ ആണെങ്കിൽ എന്താണ് നമ്മളിത് ഈ LSAT 77 ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഒരു ട്രിപ്ലെറ്റാണ്. അപ്പോൾ ട്രിപ്ലെറ്റ് എന്ന് പറയുമ്പോൾ 3 സാധനം വരും. അപ്പോൾ ആദ്യത്തെ സാധനം എന്ന് പറയുന്നത് ഈ ഓഫ്സെറ്റാണ്. രണ്ടാമത്തെ സാധനം എന്ന് പറയുന്നത് ലെന്താണ്. മൂന്നാമത്തെ സാധനം എന്ന് പറയുന്നത് ആ ക്യാരക്ടർ COF എന്ന് പറഞ്ഞ വരുന്ന സാധനം. ഇതാണ് ഒരു ട്രിപ്ലെറ്റ്. ഓക്കെ. എന്താ ചെയ്യേണ്ടത് പറയാം. അപ്പം A അല്ലേ വന്നത്. അപ്പോൾ A എന്തായാലും ലുക്ക് ഹെഡ് ബഫർ ഒന്നും ഇല്ലല്ലോ, ഇവിടെ ഒന്നും ഇല്ലല്ലോ. അപ്പോൾ A ഡയറക്റ്റ് അങ്ങ് എഴുതാം. അപ്പോൾ ആദ്യത്തെ ആൻസർ ട്രിപ്ലെറ്റ് വരുന്നത് 0,0, COF. ഓക്കെ. ഇനി രണ്ടാമത്തത് വരുന്നത്, അപ്പോൾ A ഇതിനകത്തോട്ട് കയറും. ഏതാ? സെർച്ച് ബഫറിൽ കയറും. സെർച്ച് ബഫറിൽ കയറി കഴിയുമ്പോൾ BRACAD വരും. ഓക്കെ. ഇനി അടുത്തത് ഇതുപോലെ തന്നെ B മാത്രമല്ലേ ഉള്ളൂ. COF B. അത് കഴിഞ്ഞ് ABRACADA. അത് കഴിഞ്ഞ് മൂന്നാമത്തെ ട്രിപ്ലെറ്റ് എന്ന് പറഞ്ഞാൽ 0,0, COF ഓക്കെ. എന്നിട്ട് ഇനി നോക്കണ്ടേന്ന് പറഞ്ഞാൽ നമുക്കിനി വരുന്നത് നമുക്ക് A അല്ലേ. A ഇനി ഏതാണ്? സെർച്ച് ബഫറി ഉണ്ടോ എന്ന് നോക്കാം. A സെർച്ച് ബഫറി ഉണ്ടല്ലോ, ഉണ്ട്. ഈ A ഇവിടെ ഉണ്ടല്ലോ. അപ്പം നമ്മൾ A എടുക്കുക, A മാച്ച് ചെയ്യുക. എന്നിട്ട് അടുത്ത C അല്ലേ. C ഇവിടെ ഇല്ലല്ലോ. ഓക്കെ. C ഇവിടെ ഇല്ലല്ലോ. അപ്പോൾ A വരെ മാച്ച് ചെയ്താൽ മതി. അപ്പോൾ A. അപ്പം എത്രയാണ് ഓഫ്സെറ്റ്? 1, 2, 3. അപ്പോൾ ഓഫ്സെറ്റ് 3, എത്ര നമ്മൾ മാച്ച് ചെയ്യുന്ന സാധനത്തിൻ്റെ ലെന്ത് എത്ര? 1 എഴുതുക, ഇനി അത് മാച്ച് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ A എന്തായാലും കയറും. അത് കഴിഞ്ഞ് Cയും കയറ്റണ്ടേ. Cയും കയറ്റും എന്ന് പറഞ്ഞാൽ C ഇവിടെ ചെയ്ത മാതിരി Cയും നമ്മൾ ഇത് ഇനി അടുത്ത സ്റ്റെപ്പ് എഴുതാതെ കംപ്രഷൻ ആണല്ലോ, മാക്സിമം മിനിമം സ്റ്റെപ്പ് ചെയ്യും. അപ്പോൾ നമ്മൾ Cയും കൂടി കയറ്റണം. അപ്പോൾ C തൊട്ടായിരിക്കണം ഇവിടെ എഴുതുന്നത്. ഓക്കെ. എന്ന് പറഞ്ഞാൽ ഇനി എന്തുവാ, Cയും എൻകോഡ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ COF അപ്പോൾ ABRAC, ബാക്കി ABRAR. അത് കഴിഞ്ഞ് ഇനി അടുത്തത് സെക്കൻഡ് സ്റ്റെപ്പ് അടുത്തത് ചെയ്യുമ്പോൾ നമ്മൾ നോക്കുവാണ് A ഇവിടെയുണ്ട്. അപ്പോൾ ഏതെടുക്കും? അപ്പോൾ നമ്മളെപ്പോഴും എടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് മാച്ചിങ് ഉണ്ടോ നോക്കുക. മാച്ചിങ് ഉണ്ടെങ്കിൽ മാച്ചിങ് മാത്രം എടുക്കുക. എന്ന് പറഞ്ഞാൽ AD അല്ലേ ഇവിടെ കിടക്കുന്നത്. അപ്പോൾ AD ഇവിടെ AD ആയിരുന്നെങ്കിൽ ഈ AD തന്നെ എടുക്കുക. മനസ്സിലായോ? ഇപ്പോൾ രണ്ടിലും നമുക്ക് D അവിടെ കിടക്കുന്നത്. അപ്പോൾ ഇവിടെ ABയും ACയും ആണ് കിടക്കുന്നത്. അപ്പോൾ എന്തായാലും ഏതെടുത്താലും നമുക്ക് ലെന്ത് എന്തായാലും 1 വരത്തുള്ളൂ. അങ്ങനത്തെ കേസിൽ നമ്മൾ ഏതാ എടുക്കേണ്ടത്? ഏറ്റവും അടുത്തതായിരിക്കണം നമ്മൾ എടുക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ ഏറ്റവും അടുത്തത് ഏതാ? 2. അപ്പം ഇത് കയറ്റുക. അപ്പോൾ DAC കാണാം. DACARBA, ABRACAD, CAD, ഓക്കെ. അപ്പോൾ എത്ര ആയല്ലോ. ഇനി അപ്പോൾ ഇതിൻ്റെ ട്രിപ്ലെറ്റ് നമ്മൾ എഴുതിയായിരുന്നു? ഇല്ലല്ലോ, ട്രിപ്ലെറ്റ് എഴുതിയില്ല. ട്രിപ്ലെറ്റ് ആൻസർ വരുന്നത് നമ്മളിവിടെ എന്താ മാച്ച് ചെയ്തത്?
എ മാത്രമല്ലേ മാച്ച് ചെയ്തോളൂ. അപ്പം എ മാച്ച് ചെയ്തിട്ട് ഡി കയറ്റി. അപ്പം 1 2 2 1 സി ഓഫ് ഡി. അടുത്ത ട്രിപ്ലറ്റ് എന്ത് വരും? ഇവിടെ എ ഉണ്ട്, ഇവിടെ എ ഉണ്ട്, ഇവിടെ എ ഉണ്ട്, ഇവിടെ എ ഉണ്ട്. ഇനി അടുത്ത ബി അല്ലേ, അപ്പോൾ ബി വരുന്നത് ഇവിടെ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതും എടുക്കാം. എ ബി അടുത്ത മാച്ച് ചെയ്യുമ്പം ആറും വരുന്നുണ്ട്. അപ്പോൾ എ ബി ആർ. ഇനി അത് കഴിഞ്ഞ് എയും വരുന്നുണ്ട്. എ ബി ആർ കഴിഞ്ഞിട്ട് ആറാണ്, ആറില്ല. അപ്പോൾ ഇതാണ് ലോങ്ങസ്റ്റ് മാച്ചിങ് സബ്സ്ട്രിങ്. അപ്പോൾ എ ബി ആർ എ അബറ മാച്ച് ചെയ്യണം. അപ്പോൾ അബറ മാച്ച് ചെയ്യുമ്പോൾ 1 2 3 4 5 6 7 സ്റ്റാർട്ടിങ് 7 ആണ്. അപ്പോൾ ആൻസർ 7, ലെങ്ത് എത്രയാണ്? 1 2 3 4 7, 4, നമ്മളിത് കയറി കഴിയുമ്പം ആറും കൂടി കയറ്റണം. അപ്പോൾ സി ഓഫ് ആർ. അപ്പം 6 കയറി, പിന്നെ എ, ബാക്കി ഇത് ഇങ്ങോട്ട് എഴുതുക. RAR ഫോമുല RAR BA DA CA അങ്ങനെ പോകും. ഓക്കെ.